എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ലാത്ത കുറച്ച് സമ്മാനങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സമ്മാനങ്ങളെന്ന് പറഞ്ഞാൽ മെറ്റീരിയലിസ്റ്റിക്കായ സാധനങ്ങൾ മാത്രമല്ല, നല്ല സ്നേഹം, സൗഹൃദം, ദയ, ഇതെല്ലാം സമ്മാനങ്ങളാണ്. ചില സമ്മാനങ്ങളൊക്കെ സമ്മാനത്തിൻ്റെ രൂപത്തിലാണെങ്കിലും അത് ഒരു കെണിയായിരിക്കും. ആര് എന്ത് സമ്മാനം തന്നാലും സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റേണ്ടതുണ്ട്. ആ സമ്മാനത്തിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് കൂടി നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെയുള്ള കുറച്ച് സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന്, നമ്മൾ സ്വീകരിക്കാൻ പാടില്ലാത്ത കുറച്ച് സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് പിറ്റി ഡിസ്ഗൈസ്ഡ് ആസ് കൈൻഡ്നെസ്. നമ്മൾ എന്തെങ്കിലും വിഷമത്തിൽ അകപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മളെ സഹായിക്കാൻ മുന്നിട്ട് വരുന്ന ആളുകളുണ്ട്. അതിൽ ചിലരൊക്കെ വളരെ നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കും നമ്മളോട് ദയ കാണിക്കുന്നത്. അയ്യോ പാവം, അവൻ കഷ്ടപ്പെടുകയാണ്, അവൻ ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ടതില്ല, അവന് എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്യണം എന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടി, നമ്മളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട്, നമ്മളോടുള്ള പരിഗണന കൊണ്ട്, നമ്മളെ കെയർ ചെയ്യുന്നത് കൊണ്ട്, നമ്മൾ ബുദ്ധിമുട്ടുന്നത് കാണാൻ അവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് സഹായിക്കുന്ന ആളുകളുണ്ട്. ആ സഹായം സ്വീകരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ ചിലർ നമ്മളോടുള്ള സഹതാപമായിരിക്കും അവർ കാണിക്കുന്നത്. നമ്മളത് സ്നേഹമായിട്ടും ദയയായിട്ടൊക്കെ തെറ്റിദ്ധരിച്ച് ആ സഹായം സ്വീകരിക്കാറുണ്ട്. ചിലർക്കൊക്കെ സഹായം ചെയ്യുമ്പോൾ അവർ നമ്മളെക്കാൾ മികച്ചതാണ്, നമ്മളെക്കാൾ മേലെയാണ് എന്നൊരു സുപ്പീരിയോറിറ്റി ഫീലിംഗ് അവർക്ക് ഉണ്ടായിരിക്കും. അത് കിട്ടുന്നതിന് വേണ്ടിയാണ് അവർ നമ്മളെ സഹായിക്കുന്നത്. പുച്ഛത്തോടെ, സഹതാപത്തോടെ, അവർ നമ്മളെക്കാൾ മേലെയാണ് എന്നൊരു തോന്നൽ അവർക്ക് കിട്ടാൻ വേണ്ടി, അങ്ങനെ ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടി വേറൊരു കാര്യത്തിൽ അവർക്ക് നമ്മളെ തോൽപ്പിക്കാൻ കഴിയുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മളെ കുറച്ച് സഹായിക്കുമ്പോൾ അവർ നമ്മളെക്കാൾ മേലെയാണ് എന്നൊരു തോന്നലുണ്ടാകും. അങ്ങനെയൊക്കെയുള്ള സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമ്മളോടുള്ള പുച്ഛത്തോടു കൂടി, സഹതാപത്തോടു കൂടി നമ്മളെ സഹായിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവരെ തിരിച്ചറിയുക, അങ്ങനെയുള്ള സഹായങ്ങൾ സ്വീകരിക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെയുള്ള ഒരു സമ്മാനമാണ് ചോദിക്കാതെയുള്ള, ആവശ്യപ്പെടാതെയുള്ള ഉപദേശം. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പുതിയതായി ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ബുദ്ധിമുട്ടിൽ അകപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലാത്ത ആളുകൾ നമ്മളെ ഉപദേശിക്കാൻ വരാറുണ്ട്. അവർ ആ പാത്തിലൂടെ സഞ്ചരിച്ചിട്ടില്ല, ആ വഴിയിലൂടെ അവർ പോയിട്ടില്ല, അവർക്ക് ഇതിനെപ്പറ്റി യാതൊരു എക്സ്പീരിയൻസും ഇല്ല, യാതൊരു അറിവുമില്ല. പക്ഷേ ചുമ്മാ നമ്മളൊരു ബുദ്ധിമുട്ടിലാണ്, നമ്മളൊരു പ്രശ്നത്തിലാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരു വഴികാട്ടിയുടെ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനവനറിയാത്ത കാര്യങ്ങളെപ്പറ്റി അവർക്ക് വായ തോന്നി ഉപദേശം തരുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കാതിരിക്കുക. ഉപദേശങ്ങൾ എപ്പോഴും വിലപ്പെട്ടതാണ്. പക്ഷെ അത് ആരിൽ നിന്നാണ് സ്വീകരിക്കുന്നത്, അതിനെപ്പറ്റി അറിവുള്ള ആൾ തന്നെയാണോ ഉപദേശിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അങ്ങനെ എല്ലാ ഉപദേശങ്ങളും സ്വീകരിക്കാൻ തയ്യാറാവരുത്. പിന്നെയുള്ള ഒരു സമ്മാനമാണ് ഫോർഗിവ്നെസ് വിത്തൗട്ട് ചേഞ്ച്. നമ്മളോട് സോറി പറയും. അവരെന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മളോട് സോറി പറയും. പക്ഷെ അവർ ആ ചെയ്ത കാര്യം വീണ്ടും ആവർത്തിക്കും. അപ്പോൾ അവരുടെ സോറിക്ക് എന്ത് വിലയാണുള്ളത്? അപ്പോൾ അവർ നമ്മളോട് ക്ഷമ ചോദിക്കുന്നത് ഒട്ടും ആത്മാർത്ഥമായിട്ടല്ല. അവർ നമ്മളോട് കുറ്റബോധത്തോടു കൂടി വന്ന് സോറി കേട്ടോ എന്നൊക്കെ പറയും, ഇനി ആവർത്തിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും, ഓ അവർ ചേഞ്ച് ചെയ്തു. അപ്പോൾ നമ്മൾ അതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും, അവർ ചെയ്ത തെറ്റല്ല നമ്മൾ ക്ഷമിക്കുകയും പൊറുക്കുകയും നമ്മളവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യാൻ തുടങ്ങും. പക്ഷെ അവർ ആ തെറ്റുകൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ കുറ്റബോധം, അവർ പറയുന്ന ക്ഷമ, അതൊന്നും ഒരിക്കലും ഒരു സമ്മാനമായി കണക്കാക്കാതിരിക്കുക, അത് സ്വീകരിക്കാതിരിക്കുക. യഥാർത്ഥത്തിൽ ഒരാൾ അവർ ചെയ്ത കാര്യത്തിൽ അവർക്ക് കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും മാറും. ആ കാര്യം അവർ പിന്നീട് ആവർത്തിക്കാൻ ശ്രമിക്കില്ല. പക്ഷേ സോറി പറഞ്ഞിട്ട് വീണ്ടും ആവർത്തിക്കുന്നതാണെങ്കിൽ അപ്പോൾ അവരുടെ സോറിക്ക് യാതൊരു വിലയില്ല. അപ്പോൾ അതിനെ അത്രയും വില കുറച്ച് തന്നെ നമ്മളും കാണുക. അല്ലാതെ അവരുടെ ക്ഷമയ്ക്ക്, അവരുടെ കുറ്റബോധത്തിന് ഒരുപാട് വാല്യൂ നമ്മൾ കൊടുക്കേണ്ടതില്ല. പിന്നെയുള്ളതാണ് ഓപ്പർച്യൂണിറ്റീസ് വിത്ത് ഇൻവിസിബിൾ ചെയിൻസ്. അവർ എന്തെങ്കിലുമൊക്കെ നമുക്ക് അവസരങ്ങൾ തരും. നമുക്കൊരു ജോലി വാഗ്ദാനം ചെയ്യുകയോ, ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ക്യാഷ് വാഗ്ദാനം ചെയ്യുകയോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മളെ എങ്ങനെ കൊടുക്കാം, ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നുകൊണ്ട് നമ്മളെ വേറെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ സഹായം, അവരുടെ അവസരം ഉപയോഗിക്കുന്നതിലൂടെ നമ്മളൊരു ട്രാപ്പിൽ ചെന്ന് പെടുകയാണ്. പിന്നെ നമുക്കതൊന്ന് കയറാനും പറ്റില്ല. കാരണം നമ്മൾ അവരുടെ ആ സഹായം സ്വീകരിച്ചു കഴിഞ്ഞു. എന്തെങ്കിലും ഒരു സഹായം സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരു അവസരം നമ്മളെ തേടി വരുമ്പോൾ അതിൻ്റെ പിന്നിൽ നമ്മളെ കൊടുക്കാനുള്ള എന്തെങ്കിലുമൊക്കെ പ്ലാനുണ്ടോ എന്നുകൂടി ചിന്തിക്കുക. അതിന് ശേഷം അവരെന്തെല്ലാമാണ് ആവശ്യപ്പെടുന്നത് എന്നുള്ളതിനെ പറ്റിയൊക്കെ വ്യക്തമായൊരു ധാരണ ഉണ്ടായതിന് ശേഷം മാത്രം ആ ഓപ്പർച്യൂണിറ്റീസിലേക്ക് കടക്കുക. പിന്നെയുള്ളതാണ് ലവ് ദാറ്റ് മേക്സ് യു ഷ്രിങ്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
സ്നേഹം നമ്മളെ ഒരുപാട്, ചിലരുടെയൊക്കെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വാരിക്കോരി സ്നേഹം തരും, പക്ഷെ നമ്മളെ നമ്മളായിട്ട് ജീവിക്കാൻ അവർ സമ്മതിക്കില്ല. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ മാറേണ്ടി വരും. അവരൊരുപാട് സ്നേഹം നമ്മളോട് കാണിക്കുന്നുണ്ടായിരിക്കും, ഒരുപാട് പരിഗണന നമുക്ക് തരുന്നുണ്ടായിരിക്കും, പക്ഷെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടി വരും. നമ്മുടെ ഇഷ്ടത്തിന് ഉള്ള ഒന്നും ചെയ്യാൻ അവർ സമ്മതിക്കില്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കില്ല, നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ കഴിയില്ല, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, ഇഷ്ടമുള്ള ആളുകളുമായിട്ട് കൂടിച്ചേരാൻ സമ്മതിക്കില്ല. നമ്മൾ ആരോട് മിണ്ടണം, ആരോട് സംസാരിക്കണം, ആരൊക്കെ ആയിട്ട് കൂട്ടുകൂടണം, നമ്മൾ എന്ത് ധരിക്കണം, എവിടെയൊക്കെ പോകണം, എപ്പോൾ പോകണം എന്നുള്ളതിനെ പറ്റിയൊക്കെ അവർ പറയുന്നത് കേൾക്കേണ്ടി വരും. അങ്ങനെ നമുക്ക് നമ്മളായി തുടരാൻ, നമ്മുടെ പല സ്വഭാവങ്ങളും മാറ്റാൻ അവർ ശ്രമിക്കും. നമുക്ക് കുഴപ്പമൊന്നും തോന്നാത്ത, നമ്മൾ നല്ലതെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും അവർക്ക് വേണ്ടി നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മളെ നമ്മളല്ലാതാക്കി മാറ്റുന്ന, നമ്മൾ വല്ലാതെ അവർക്ക് വേണ്ടി ചുരുങ്ങി ഒതുങ്ങി പോകുന്ന രീതിയിലുള്ള സ്നേഹം ഒരിക്കലും സ്വീകരിക്കാതിരിക്കുക. ഒരു സ്നേഹം യഥാർത്ഥമാണെങ്കിൽ അത് ശരിക്കും നമുക്കൊരു ഗിഫ്റ്റായി അനുഭവപ്പെടണമെങ്കിൽ നമുക്ക് നമ്മളായി തന്നെ നിൽക്കാൻ കഴിയണം ആ ബന്ധത്തിൽ. ഇല്ലെങ്കിൽ അവർ തരുന്ന സ്നേഹം എന്ന് പറയുന്നത് സ്നേഹമല്ല. നമുക്ക് നമ്മളായി ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായും ആ സ്നേഹത്തിനെ നമ്മൾ ഒന്നുകൂടി പുനർവിചിന്തനം ചെയ്യേണ്ടതുണ്ട്. പിന്നെ നമ്മൾ സ്വീകരിക്കാൻ പാടാത്തൊരു ഗിഫ്റ്റാണ് ഗോസിപ്പിലൂടെ ഉണ്ടാക്കുന്ന സൗഹൃദങ്ങൾ. വേറെ ആളുകളുടെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. നമുക്കൊരാളെ ഇഷ്ടമല്ലായിരിക്കും, നമുക്ക് അവരോട് ദേഷ്യമായിരിക്കും. അപ്പോൾ അതേപോലെ അയാളെ ഇഷ്ടമല്ലാത്ത വേറൊരാൾ നമ്മളോട് വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നത് മൊത്തം മറ്റേയാളുടെ കുഴപ്പങ്ങളായിരിക്കും, അവരുടെ കുറ്റങ്ങളായിരിക്കും, അവരുടെ കുറവുകളായിരിക്കും. അങ്ങനെ ഉണ്ടാക്കുന്ന സൗഹൃദങ്ങൾ അതൊരിക്കലും നിലനിൽക്കില്ല. അതൊരിക്കലും ഒരു നല്ല സൗഹൃദമല്ല. നമുക്ക് നമ്മുടെ ചിന്തകളുമായിട്ട് യോജിച്ചു പോകുന്ന ആളുകൾ, നമ്മുടെ വാല്യൂസുമായിട്ട് യോജിച്ചു പോകുന്ന ആളുകൾ, അങ്ങനെയുള്ള നല്ല സൗഹൃദ ബന്ധങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വേറൊരാളുടെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ട് ഗോസിപ്പിലൂടെ ഉണ്ടാക്കുന്ന സൗഹൃദങ്ങൾ ഒരിക്കലും നിലനിൽക്കില്ല. അതൊരിക്കലും ഒരു ഗിഫ്റ്റ് അല്ല, അത് താൽക്കാലികമാണ്. പിന്നെ നമ്മൾ സ്വീകരിക്കാൻ പാടാത്ത ഒരു ഗിഫ്റ്റാണ് മണി ദാറ്റ് ബൈസ് യുവർ സൈലൻസ്. നിങ്ങൾ മിണ്ടാതിരിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം പുറത്തു പറയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നിശബ്ദരാക്കാൻ വേണ്ടി നമുക്ക് ക്യാഷും സമ്മാനങ്ങളൊക്കെ ഓഫർ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ നമ്മുടെ നിശബ്ദതയ്ക്ക് വേണ്ടിയിട്ട്, അതിനു വേണ്ടിയാണ് അവർ പൈസ ചിലവാക്കുന്നത്. അല്ലാതെ നമുക്കവർ പൈസ തരുന്നത്, നമ്മളെ സാമ്പത്തികമായി സഹായിക്കുന്നത് ഒരിക്കലും നമ്മളോടുള്ള സ്നേഹം കൊണ്ടോ നമ്മളോടുള്ള കെയറിങ് കൊണ്ടോ ആയിരിക്കില്ല. അതിന് പകരമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ പറയാതിരിക്കേണ്ടി വരും. ഇപ്പം നമ്മുടെ നിശബ്ദതയെ, നമ്മുടെ അഭിപ്രായത്തെ അവർ വില കൊടുത്ത് വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമ്മാനങ്ങൾ സ്വീകരിക്കാതിരിക്കുക. നമ്മളൊരു കാര്യം പറയാതിരിക്കാൻ വേണ്ടി, നമുക്കറിയുന്ന ഒരു രഹസ്യം നമ്മൾ പുറത്ത് പറയാതിരിക്കാൻ വേണ്ടി, നമ്മൾ മിണ്ടാതിരിക്കാൻ വേണ്ടി, അവരുടെ കാര്യങ്ങൾ നന്നായി നടന്നു പോകാൻ വേണ്ടി അവർ നമുക്ക് എന്തെങ്കിലും ഓഫർ ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും സ്വീകരിക്കാതിരിക്കുക. അങ്ങനെയുള്ള സമ്മാനങ്ങൾ സ്വീകരിക്കാതിരിക്കുക. നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇത് തുറന്നു പറയേണ്ടി വരും. ചില സത്യങ്ങൾ മൂടി വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അവർ കാശ് തരുന്നുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സമ്മാനങ്ങളും സ്വീകരിക്കാതിരിക്കുക. ഇതൊക്കെ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, താൽക്കാലികമായിട്ട് നമുക്ക് സന്തോഷം ഉണ്ടായിരിക്കും. നമുക്ക് കാശ് കിട്ടുമ്പോൾ, നമുക്കൊരു സുഹൃത്ത് ബന്ധം ഉണ്ടാകുമ്പോൾ, നമുക്ക് സ്നേഹം കിട്ടുമ്പോൾ ഒക്കെ നമുക്ക് താൽക്കാലികമായി സന്തോഷം ഉണ്ടായിരിക്കും. പക്ഷെ പോകെ പോകെ അത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഒരിക്കലും സ്ഥിരമായൊരു സന്തോഷത്തിലേക്ക് അത് എത്തിക്കില്ല. പിന്നെ ഇതെല്ലാം ബാധ്യതയായി മാറും. ഈ സമ്മാനങ്ങളെല്ലാം നമുക്ക് അയ്യോ അത് സ്വീകരിക്കേണ്ടിയിരുന്നില്ല, ഏത് കഷ്ടകാലം പിടിച്ച സമയത്താണ് ഞാനിതൊക്കെ സ്വീകരിച്ചത്, അന്നേ വേണ്ടാന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ. പിന്നെ അവിടുന്ന് ഊരിപ്പോരാനും കഴിയില്ല. കാരണം നമ്മൾ ഈ സമ്മാനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോൾ അവർ പറയുന്നത് കേൾക്കേ നമുക്ക് വഴിയുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിൽ ഇറങ്ങിപ്പോരാനും പറ്റില്ല, എന്നാൽ നമ്മുടെ ആത്മാഭിമാനം പണയം വെച്ചിട്ട് അവിടെ നിലനിന്ന് പോകാനും പറ്റില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിൽ നമ്മൾ എത്തിപ്പെടും. അതുകൊണ്ട് എന്ത് സമ്മാനം സ്വീകരിക്കുന്നതിന് മുമ്പും നന്നായി ആലോചിക്കുക. അത് ആരാണ് തരുന്നത്, എന്തിനാണ് തരുന്നത്, അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്, ഇത് നാളെ എന്നെ ഒരു പ്രശ്നത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുമോ എന്നൊക്കെ ചിന്തിച്ചതിന് ശേഷം മാത്രം ആരിൽ നിന്നും എന്തും സ്വീകരിക്കുക.